ഹലോ ഗേസ്, ഇത് കണ്ടോ? രാവിലെ വീട്ടിനകത്തിരുന്നപ്പോഴത്തേക്കിന് കണ്ടതാണ്. അന്നേരം എന്തോ ഒരു കാർച്ച കേട്ട് വെളിയിലോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കിന് ഇവൻ ഇങ്ങനെ താഴെ കിടക്കുന്നു. നോക്കിയപ്പോൾ ഒരു പൂച്ച ഇവനെ പിടിക്കാൻ വേണ്ടി വരുന്നു. അവന് ഒരു വയ്യാഴിക പോലെ ഫീൽ ചെയ്തു. കൂട്ടിന്ന് വീണതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ആദ്യം കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല ഇതെന്തുവാണ് കിളിയെന്ന്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് വാലാട്ടിക്കിളിയാണെന്നൊക്കെ. പുള്ള് അങ്ങനെ എന്തൊക്കെയോ പേര് ഇതിനുണ്ട്. അപ്പോൾ ആ കൊട്ടും വയ്യായിരുന്നു, ആൾ നല്ല ടയേർഡായിരുന്നു. നമ്മൾ പിന്നെ എടുത്തോണ്ട് പോയി കുറച്ച് ഫീഡ് ചെയ്തു. ആൾക്ക് പറക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്തു കുറച്ചൊക്കെ അവൻ കഴിച്ച് മാക്സിമം ഇറക്കാനൊക്കെ നോക്കി. കുറേയൊക്കെ അവൻ ഇറക്കി. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇവനെ പറത്തി വിട്ട് കഴിഞ്ഞാൽ ഇവന് വീണ്ടും പറക്കുമോ എന്നൊന്നും നമുക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ ഇവനെ കുറച്ച് ഫീഡ് ചെയ്തിട്ട് ഇവന് ഉഷാറാകുമ്പോൾ നമുക്ക് പറത്തി വിടാം എന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ ഇരുന്നു. മാക്സിമം ആഹാരമൊക്കെ കൊടുക്കാനെല്ലാം നമ്മൾ നോക്കി. കുറേയൊക്കെ അവൻ കൊടുത്തു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവന് കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്ന പോലെ നമുക്ക് തോന്നി. ആ വന്ന സമയത്ത് നല്ല ടയേർഡായിരുന്നു. ഒരു പൂച്ച പിടിക്കാനായിട്ട് പോവായിരുന്നു. അപ്പോഴാണ് ഇവനെ നമുക്ക് കയ്യിൽ കിട്ടിയത്. നമ്മളെടുത്തത് പൂച്ചനെ ഓടിച്ച് ഇവനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവനെ സേഫായിട്ട് അകത്ത് കൊണ്ടുവന്ന് കുറച്ച് നേരം ഫീഡൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിവനെ പറത്തി വിടാൻ വേണ്ടി നമ്മൾ വിട്ടു കഴിഞ്ഞപ്പം ഇവൻ പറന്നു പോയി നേരെ ഒരു കറിവേപ്പിൻ്റെ മണ്ടയിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരൻസ് വന്ന് അവനെ ഫീഡ് ചെയ്യുന്നതൊക്കെ കണ്ടു. പക്ഷെ അവൻ അവിടുന്ന് വീണ്ടും പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് പറക്കും, നേരെ പോയി അവിടെ ഇരിക്കും. അതിൻ്റെ തള്ള വന്ന് അവനെ ഫീഡൊക്കെ ചെയ്തു. പക്ഷെ അവൻ അവിടുന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഞങ്ങൾ കുറേ നേരം നോക്കി ഇവൻ അവിടെ പറക്കുമോ പറന്ന് പോവോ എന്നൊക്കെ. എൻ്റെ പേരൻസ് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടു. പക്ഷേ ഇപ്പം പോകുന്ന ലക്ഷണമൊന്നും ഞങ്ങൾ കണ്ടില്ല. അവസാനം പിന്നെ ഞങ്ങൾ അവനെ വീണ്ടും എടുത്തുകൊണ്ട് വന്ന് അകത്ത് കൊണ്ടുവന്നു. ഇവനെന്തായാലും ഓക്കെ ആക്കാണ്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഈ ഏരിയയിലാണെങ്കിൽ മൊത്തം പൂച്ചയുടെ ശല്യമാണ്. എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് ഉഷാറാക്കി വിടാമെന്നുള്ള പ്ലാനിൽ നമ്മളവനെ വീണ്ടും അകത്ത് കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ അവനെ നോക്കുവാണ്. വളർത്താനൊന്നുമല്ല, എന്നാലും ഇവനെ നമുക്കൊന്ന് ഓക്കെ ആക്കി ഇവനെ പറന്നു പോകാമെന്നുള്ളൊരു കണ്ടീഷൻ ആക്കുമ്പോൾ ഇവനെ വിടാമെന്നുള്ള രീതിയിൽ നമ്മളിവനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.